ആ സൂപ്പർ. രണ്ടും നല്ല കീട്ടിൽ ഉറക്കം. ഇപ്പൊ നിന്റെ ഉറക്കം ഞാൻ മാറ്റി. നീ എന്താ രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി? കുറെ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ടതല്ലേ, എന്റെ സന്തോഷം ഒന്ന് കാണിച്ചത്. സന്തോഷം. അവളുടെ ഒരു സന്തോഷം കാണിക്കാൻ പറ്റിയ ഒരു സമയം. അല്ലെങ്കിൽ തന്നെ കുറെ അവൾമാര് കാരണം അവൾമാരുടെ തല്ലും കൊണ്ടിട്ട് പണ്ടരടങ്ങി കിടക്കാം. തല്ലുകൊണ്ട് കിടക്കുന്നോ? അപ്പൊ നല്ലതുപോലെ കിട്ടിയ ഒരു ലക്ഷണം ഉണ്ടല്ലോ രണ്ടെണ്ണത്തിനും. ചെറുതായിട്ട് നാണമല്ലല്ലേ കണ്ടോളന്മാരുടെ നടിമാഞ്ചിൽ ഇവിടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി. കഷ്ടം. നിനക്ക് അങ്ങനെ പറയാ, അനുഭവിച്ച ഞങ്ങളല്ലേ. സത്യം പറ, നീ വന്നപ്പോഴേ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇപ്പൊ ഒരു സമാധാനമായത്. ഇപ്പോഴെങ്കിലും നിനക്കൊക്കെ എന്റെ വില മനസ്സിലായല്ല. അവളുമാരുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. ഡോൺ വെറി. എടി, അവരത്ര നിസ്സാരക്കാരല്ല. നോക്കിയും കണ്ടും കളിച്ചില്ലേ നല്ല പണി കിട്ടും. ആദ്യം ഞാൻ അവളുമാരൊന്ന് പോയി കാണട്ടെ. നീ വെറുതെ നേരിട്ട് മുട്ടാൻ നിൽക്കണ്ടോ. എടി, ഈ ബുദ്ധി പ്രയോഗിക്കുന്നിടത്ത് എങ്ങനെ ബുദ്ധി പ്രയോഗിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന വിഷപ്പാമ്പിനെ എങ്ങനെ പുറത്തിറക്കണം നിനക്കറിയോ? അത് പുകച്ച് പുറത്തടിച്ച് പിടിച്ചാ പോരെ. യെസ്. അവളുമാരെ പറ്റി നീയൊക്കെ പറഞ്ഞു കേൾക്കുമ്പം നല്ല ഏതോ വിഷം കൂടി ആയിട്ടോ തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. പതിയെ പതിയെ തീയിട്ട് പുകച്ച് ശ്വാസം മുട്ടിച്ച് പുറത്തെടുപ്പിക്കാം. അപ്പൊ നീ ഹോസ്റ്റലിൽ തീയിടാൻ പോണേ? ഒന്ന് പോടി എടുത്തോണ്ട്. ഇതൊക്കെ അവളുമാരുടെ അടി കിട്ടിയിങ്ങനെ കുഴപ്പമുള്ളൂ. എടി, നമുക്ക് നല്ല തന്ത്രം ഉപയോഗിച്ചതിനാ പുറത്തെടുപ്പിക്കാം. ഓക്കെ, കിടന്നുറങ്ങും. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. ഓ അയ്യോ കാര്യം. പോയി എടാ, കെട്ടും കിടക്കെടുത്ത് പോയാ? അങ്ങനെ പോകത്തൊന്നുമില്ല. അല്ല, നീ നമ്മുടെ അമ്മാനെ കൊണ്ടുവരുന്ന കാര്യം സെറ്റാക്കാന്നുണ്ട്. എന്തായി? ഇടി, അത് സംഭവം സെറ്റാക്കിയിട്ട് വിളിക്കാൻ നിൽക്കുമായിരുന്നേ. അപ്പോഴത്തേക്കും പുള്ളിക്കാരി പിന്നെ വന്നിട്ട് പറയാം, വിളിക്കാൻ വരട്ടെ, ഞാൻ ഒന്ന് പറയണവരെ നിങ്ങൾ വിളിക്കണ്ടാന്ന്. ഇതും തോന്നിന്റെ സ്വഭാവം. അത് തന്നെ ഞാനും ചോദിക്കുന്നു, ഓന്തിന്റെ സ്വഭാവമാണോന്ന്. ഞാനാണെങ്കിൽ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് വിളിച്ച് സെറ്റാക്കി ആ സന്തോഷത്തിലിരിക്കുവായിരുന്നു. നീ അമ്മാനെ വിളിച്ചാ? എങ്ങനെ വിളിക്കാനാ, നന്നായി നേരത്തെ പറഞ്ഞത്. പക്ഷേ എന്റെ ടെൻഷൻ ഒന്നുമല്ല. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? എന്തോടി നല്ല തള്ളുള്ള രാവിലെ. കറി എന്നാ നോക്കട്ടെ. അയ്യോ, കടലക്കറിയാ. വേറെന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എടാ, നമ്മുടെ അമ്മാനുണ്ടായിരുന്നപ്പോ എന്താ നല്ല ഫുഡ് കഴിച്ചോണ്ടിരുന്നതാ. ഈ അളിഞ്ഞ ഫുഡ് കഴിക്കാനാണ് നമ്മുടെ വിധി. അവസ്ഥ പറ്റുമ്പോഴും വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നാ? അയ്യോ, ഞങ്ങൾ എവിടെ പോവാനാ? അതെ, എന്താടി നോക്കി പേടിപ്പിക്കുന്നെ? ഞാൻ നോക്കുമ്പോ നീ എന്തിനാ കിടന്ന് പേടിക്കുന്നേ? അയ്യോ, പേടിക്കില്ല. ഞങ്ങൾ ഈ അണ്ടനും അടകോടുന്ന സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. നേരം അവളില്ലാതെ ഇവിടെ നിൽക്കുന്ന തല പന്തിയല്ല. എന്തിനു പറഞ്ഞ? ഒന്നുമില്ല. ഇതേ പുതിയ മരണം. ജെന്നി, ചാരു, ടീന. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഞാൻ അതൊക്കെ നിന്നോട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നീ ഇവിടെ ആയിരുന്നോ? നിങ്ങൾ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാനൊരു ടൂർ പോയിക്കായിരുന്നു. ഇപ്പൊ ലാൻഡ് ചെയ്ത് തരും. ഓ, അറിഞ്ഞ എന്തായാലും നന്നായി. പിന്നെ അല്ല, ഈ കൂടെ നിൽക്കുന്ന ഈ നൂഡിൽസ് മണ്ട ആരാ? നമ്മുടെ കൂട്ടത്തിലുള്ളതാ. ഞാൻ ജെന്നിഫർ, ജെന്നിന്ന് വിളിക്കും. അതെയോ? ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണമെങ്കിൽ ഇവിടുത്തെ ചോദിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ആവശ്യമില്ല. ഐ ആം സ്റ്റെഫി ജാക്സൺ. ഓ, സ്റ്റെഫി ജാക്സൺ. അതെ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാവേ. അല്ല, ഇപ്പൊ നമ്മൾ കണ്ടേലേ ഉള്ളൂ. എന്തെങ്കിലും സംസാരിച്ചിട്ട് പോവാടോ. ഇത്ര അത്യാവശ്യം എന്താ? അല്ല, നമ്മൾ തമ്മിൽ അറിയാവുന്നതാണല്ലോ. ഇനി സമയം കിടക്കണല്ലേ ഉള്ളൂ, നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം.
ആ ഉറപ്പായിട്ടും ഇനി സമയം കിടക്കുന്നല്ലേ ഉള്ളൂ. അതെ 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 സംസാരിക്കണമല്ലോ. ഉറപ്പായിട്ട് സംസാരിക്കണമല്ലോ. പിന്നെ നിറയെ വിഷയമുണ്ടല്ലോ സംസാരിക്കാൻ. പറയാൻ കിടക്കണല്ലേ ഉള്ളൂ. പിന്നെ നീ എന്തായാലും ഇപ്പൊ തൽക്കാലം റെസ്റ്റ് എടു. എടുക്കാം. ശരി കേട്ടോ. കാണാം. പോയാടി. അവസാനം ഇതിനൊക്കെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടിട്ടു. ഇനി വേണം എനിക്ക് ഇവിടെ മരുന്ന് പഠിപ്പിക്കാൻ. എടി ഇനിയെങ്കിലും പറ, നിനക്ക് ഇവളുമാരറിയാം. അതൊക്കെ അറിയാടി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുള്ളവരാ. ഓ, നിന്റെ ശത്രുക്കളായിരുന്നല്ലേ അത്? അതെ. ചായ കുടിക്കാൻ വന്നാൽ ചായ കുടിച്ചിട്ട് പോകണം. ഇവിടെ കൂട്ടം കൂടി നിൽക്കരുത്. ഞാൻ പല വട്ടം പറഞ്ഞിട്ടില്ല. മാഡത്തിന് അത് ഇഷ്ടമുള്ള കാര്യമല്ല. അതിന് ചായക്ക് ചൂടില്ല, ചൂടാക്കി താ. ഓ, നിങ്ങളൊക്കെ എഴുന്നേക്കണ നേരം നോക്കി ഇപ്പൊ ചായ ചൂടാക്കി തരാം. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ രവിചേട്ടൻ ഇവിടെ എന്താ പണി? നിങ്ങൾക്ക് സമയത്തിന് ചായ ചൂടാക്കി തരലല്ല എൻ്റെ പണി. ഇവിടെ ആഹാരം ഉണ്ടാക്കല. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സമയത്ത് വന്നാൽ ചൂടോടെ കഴിക്കാം. അല്ലെങ്കിലേ നിങ്ങൾ തന്നെത്താൻ ചൂടാക്കി കഴിക്കേണ്ടി വരും. ഓ അല്ല പിന്നെ നല്ല അഹങ്കാരം കണ്ടു. ഞാൻ അല്ലാത്ത നേരം കൊണ്ട് അയാൾ കുറെ മാറിയിട്ടുണ്ടടി. മാറ്റി കൊടുക്കണം എല്ലാണത്തിന്. അല്ല ശരിക്കും ചായക്ക് ചൂടില്ലേ? ഞാൻ നോക്കിയില്ല ചുമ്മാ. എന്നാ എനിക്കൊരു ചായ കുടിച്ചേ പറ്റത്തുള്ളൂ. എന്റെ ചേട്ടൻ ഞാൻ കുറച്ചു നേരം കൊണ്ട് ചോദിക്കണം ആരാ അവള്? പറയാ ഇടി, ഞങ്ങള് പവിയുടെ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു? ആ സമയത്ത് ഇവള് കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആള് ചില്ലറ കേസൊന്നുമല്ല കേട്ടാ, ജഗ ജില്ലിയാ. എനിക്ക് അവളെ കണ്ടപ്പോ ഒരു ചെറിയ വശപ്പശൊക്കെ തോന്നി. മോളെ ടീനെ കേറി കൊടുക്കല്ലേട്ടാ. നിനക്കറിയാല, നീ ഒറ്റൊരുത്തി കാരണമാണ് അവളും കല്ലും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. അതുകൊണ്ട് മോളോട് കുറച്ച് വാത്സല്യം കൂടുതലായിരിക്കും. കേട്ടല്ല? കരുതി വെച്ചോ. അവളിപ്പോ എന്റെ എന്ത് ചെയ്യാനോ? ഒരു സൈക്കോ പെണ്ണോ ഒന്നും ചെയ്യത്തൊന്നുമില്ല. നോക്കാം. ഇതൊക്കെ കാണണോട്ടാ കിട്ടാൻ നേരത്ത്. എടുത്ത് വാങ്ങിച്ച കയ്യിൽ വെച്ചാ മതി. പേടിപ്പിക്കലേടി. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതിപ്പോ ഓരോ ദിവസം കൂടുന്നല്ലോ ഓരോ കുരിപ്പുകൾ കൂടി വരികയാണ്. എങ്ങനെ ഇത് നമ്മൾ സേഫ് ആവുമെന്നാണ് ഞാൻ ആലോചിക്കണം. നമ്മുടെ അംഗബലം കൂട്ടേണ്ടിയിരിക്കുന്നു. ഉടനെ തന്നെ നമുക്ക് അമ്മാവനെ അവന്തിനെ ഇറക്കിയാലോ? അമ്മാവന്റെ കാര്യം പുള്ളിക്കാരി പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. എന്ത് ചെയ്യും? എന്ത് ചെയ്താലും പ്ലാൻ ചെയ്തിട്ട് ചെയ്യും. പിന്നെ ഞാനൊന്നും പവീനെ കണ്ടിട്ട് വരാം. ഇങ്ങനെ വെറുതെ കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും പണിയുണ്ട്. ഞാൻ അവനെ പോയി കണ്ടെന്തായാലും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരാം. അതുവരെ രണ്ടുപേരും പ്ലീസ് അവരുടെ വായിലേക്കൊന്നും കയറി ചെല്ലരുത്. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ഒറ്റ ഒരെണ്ണന്തേ ഞങ്ങൾ രണ്ടിനെ കൺമുന്നി വരൂലല്ലോ. അങ്ങനെയല്ല, ഞങ്ങളെ കൺമുൻപിൽ പോകത്തില്ലെന്നുള്ളത്. അതെ, എനിക്ക് ഒന്നിന്റെ മുഖം ഇഷ്ടമല്ല. നീ കണ്ടുവിടെ വെറുപ്പാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതൊക്കെ കണ്ടാ മതി. ഞാൻ പോട്ടെ. പിന്നെ ഒറ്റയ്ക്ക് വെളി പോകണ്ട. ഞാൻ വേണമെങ്കിൽ സ്വർഗത്തിലെ കെട്ടിടം പോകാൻ കൂടെ വരാം. ഒരു ഐസ്ക്രീം അയച്ചാൽ മതി. ഞാനേ ഒളിപ്പിക്കാൻ പോണല്ല, ജോലിയുടെ കാര്യത്തിന്. മാനത്തെ ചന്ദിരനൊത്തൊരു മണിവാതിൽ കെട്ടും ഞാൻ, അറബി പെണ്ണൂതിയൊരുത്തി അറബാതിൽ പണിയും ഞാൻ. ഇതാണ് നിന്റെ 10 മണി. എടാ, അത് പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. 1-2 കാര്യങ്ങൾ? എന്തോന്ന് കാര്യം? അതൊക്കെ പിന്നെ പറയാം. ഞാൻ ചോദിച്ച ജോലിയുടെ കാര്യം എന്തായി? അതെല്ലാം സെറ്റാക്കി തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. എടാ, ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി അത്ര പാടുള്ള പണിയല്ലോ ആണോ? ഒരു പാടുമില്ല, എല്ലാവരും ചെയ്യണം തന്നെ. എത്രയോ ലേഡീസ് ചെയ്യണം, ഒരു കുഴപ്പമില്ല. ഈ വലിയ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഇതാണ് ചെയ്യണ പൈസയ്ക്ക് വേണ്ടിയിട്ട്. കുഴപ്പമില്ല. നീ അമ്മാവനെ കൊണ്ടുവരുന്ന കാര്യം എന്തോന്നായി? അമ്മാവൻ്റെ കാര്യം പ്രത്യേകിച്ച് ഒന്നും ആയില്ല. ഞാൻ ട്രൈ ചെയ്താന്നേ. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു സ്വഭാവമായതുകൊണ്ട് നോക്കണം. അമ്മാവനായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ വന്ന് കയറുന്നതിന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ തള്ളയാണെങ്കിൽ ഭയങ്കര പാടറേ. അത് തന്നെ പറയാനുള്ള. അമ്മാവനാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിനും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു കാര്യത്തിനും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫുഡില്ലേ അപ്പോൾ? കണക്കാടാ ഫുഡിൻ്റെ കാര്യമൊക്കെ. ഇന്ന് തന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ട് വന്ന വായിൽ വെക്കാൻ കൊള്ളത്തില്ല. അവരാരും ഇതൊക്കെ തന്നെ. മൊത്തത്തിൽ പണിയാണ്. അപ്പം നീ കഴിച്ചായിരുന്നു? ഞാൻ രാവിലെ ഇച്ചി ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കി. ബാ, നമുക്ക് എന്തെങ്കിലും കഴിയാം. ബാ, കുടിക്കാം എന്തായാലും. ജ്യൂസ് മതിയോ? ബാ. വിശന്നിട്ട് വയ്യ. എന്നോടോ അല്ല, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഇവിടെ മനുഷ്യന്. എടി, ദോശ ചൂടുന്ന മണം. ഇവിടെ ആര് ഇടി കള്ളക്കളർ നമുക്ക് ഉണക്കത്തോട്ട് മുളകറിയും തന്നിട്ട് ദോശ ചൂടുന്നു. നമുക്ക് പോയി ചോദിച്ചാലാ?
തന്നില്ലെങ്കിലാ കരഞ്ഞു കാല് പിടിച്ച് ചോദിക്കാം. അല്ല പോവാ കഴിക്കാം, നടക്കങ്ങോട്ട്. മാഡം എവിടെ ചേട്ടാ? എന്തോ മാഡം എവിടെ? മാഡം അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയാ? ഓ ഒരു വഴിപാടുണ്ട്. മാഡത്തെ കണ്ടിട്ടേ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. മാഡം ഉച്ചയ്ക്ക് ഇനി വരുമല്ലോ. വരുമല്ലേ? ദേ നോക്കട്ടെ, ഇത്രയും നല്ല പുട്ടും കടല ഉണ്ടാക്കിട്ട് ചേട്ടൻ എന്തിനാ ഇപ്പൊ ദോശ ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയ പുട്ടും കടലയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചേട്ടനല്ലേ? പിന്നെ പുട്ടും കടലേ ചുമ്മാ വായിലുണ്ടോ വെള്ളം ഇങ്ങനെ വീഴുവായിരുന്നറിയോ? ആ പുട്ടും ആ കടലയും കൂടെ ഇട്ട് ഇങ്ങനെ ഇളക്കൊരു പിടുത്തോണ്ടല്ലോ. ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ആന്ന്. എന്നാ പിന്നെ ചേട്ടൻ ദോശയൊക്കെ കഴിക്കും, ഞങ്ങള് പോട്ടെ അല്ലേ? അല്ല, ആർക്ക് വേണ്ടിട്ടാ ഈ ദോശ? അതെ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡൊന്നും എനിക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കി ഞാൻ കഴിക്കും. അത്രയും വൃത്തിയിട്ട ഫുഡോടി നമുക്ക് ഉണ്ടാക്കി തരുന്ന. എന്നാ പിന്നെ ചേട്ടൻ ദോശ കഴിക്കട്ടാ, ഞങ്ങള് പോട്ടെ. നില് ഞാൻ ഉണ്ടാക്കിയ ദോശ നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. പുട്ടും കടനേക്കാളും സൂപ്പറാ. ശരിക്കും? പിന്നെ നാവില് വെച്ചാണ്ടല്ലോ അലിഞ്ഞങ്ങ് പോവും. എന്നാലും ഈ ദോശ ഞങ്ങൾക്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. ചുമ്മാ പറയേ, അങ്ങനെ അതൊന്നും ഉണ്ടാക്കാറത്തൊന്നും ആയിരിക്കും, തള്ളായിരിക്കും. നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. എനിക്ക് വേണ്ട. ഓ എന്നാ പിന്നെ എനിക്ക് വേണ്ട. അങ്ങനെ അങ്ങ് പോലെ ഇത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് പോയാൽ മതി. നിർബന്ധിച്ച കഴിച്ചു നോക്കല്ലേ? ആ പ്ലേറ്റിങ് എടുത്തേ. കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. കടലക്കറി അടിപൊളി. കടല ഇളക്കണോ? ഇളക്കി ദോശ രവിച്ചേട്ടാ, രാവിലെ പുട്ടും കടലക്കറി അല്ലായിരുന്ന, ഇപ്പൊ ഇങ്ങനെ ദോശയും കടലക്കറിയായത്? അതൊക്കെ എന്റെ ഇഷ്ടാ. ഈ അടുക്കളയിൽ എന്തുണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എങ്ങനെയുണ്ട് മക്കളെ ദോശയും കടലയും? നേരത്തെ ഒരു സാധനം പറയില്ലേ, വായിലിങ്ങനെ ഇട്ടപ്പം അലിഞ്ഞു. സെയിം ഫീല്. അലിഞ്ഞു പോയതാ. ഞങ്ങൾക്ക് വേണം ദോശ. ഇന്നിപ്പോ ഇവിടെ വരാൻ ദോശ ഇല്ല. ദോശ ഇല്ല? ഇനി ദോശയില്ല. ഇനി അടുത്ത ബുധനാഴ്ച മെനു ഉള്ള സമയത്ത് ദോശ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഓ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല ചൂട് ദോശ കടലയായിട്ട്. ഇങ്ങോട്ട് വാ, ഞങ്ങൾക്ക് ദോശ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. വേണ്ട, ഞങ്ങൾക്കും വേണ്ടായിരുന്നു ആക്ച്വലി. എത്രയും സ്നേഹത്തോടു കൂടി നിർബന്ധിച്ചിട്ട് കഴിക്കും മക്കളെ എന്നൊക്കെ പറയുമ്പോ അല്ലേ, എങ്ങനെ അതും കഴിക്കും മക്കളെ. സത്യം അതിനെ ജയിച്ചോണ്ട് പിറക്കാതെ പോയ മക്കളാ ഞങ്ങളെന്ന് എപ്പോഴും പറയുന്ന. ഇന്നലെ കൂടെ പറഞ്ഞേ ഉള്ളൂ അല്ലേ? അതല്ല, ഉച്ചക്ക് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. എന്താ സ്പെഷ്യല്? കരിമീൻ. അതും വാഴയിലയിൽ ഇങ്ങനെ ചുട്ട് പൊള്ളിച്ചോ. നമുക്ക് ഉച്ചക്ക് കഴിക്കണമെങ്കിലേ ഇതിങ്ങനെ കയറ്റിക്കൊണ്ടിരുന്ന പറ്റൂല. ഇത് ഫിനിഷ് ചെയ്തേക്കാം. നമുക്കൊന്ന് ബ്രേക്ക് എടുത്ത് സാവധാനത്തിൽ ഫിനിഷ് ചെയ്യാം അല്ലേ? കരിമീൻ അവർ ഉച്ചക്ക് കരിമീൻ എങ്ങനെ കഴിക്കണമെങ്കിൽ കാണൂടി. നീ എന്ത് ചെയ്യാൻ പോവാ? രവിനെ ഞാൻ ഇവിടെ നിന്ന് കെട്ടുകടിക്കും. എന്നിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ഓമന ചേച്ചി ഉണ്ട്, ചേച്ചിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. പിന്നെ കരിമീനായി, കക്കയായി, കണവയായി, ഞണ്ടായി, നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് സ്പെഷ്യലും ചേച്ചി ഉണ്ടാക്കി തരും. ആണോ? എന്നാ പിന്നെ രവി ഔട്ട്, ഓമന ഇൻ. അപ്പൊ രോഗി ഇച്ഛിച്ചത് പാല്, വൈദ്യൻ കൽപ്പിച്ചത്. എന്തായാലും നീ രവിച്ചേട്ടനെ പാഴ്സൽ ചെയ്യാൻ നമ്മള് പണിയെടുക്കേണ്ടി വരത്തില്ല കേട്ടോ. അതവര് ചെയ്തോളും. നമുക്കിത് എങ്ങനെ ഗാലറി ഇരുന്ന് കളി കാണാം. ഈശ്വര, ഇതുള്ളല്ലോ. നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ഇന്ന് ശരിയാക്കും. കിടന്ന് ഉറങ്ങണ സമയം നോക്കിയേ. ഒരു പണിയില്ല. ഞങ്ങള് നോക്കിയിരിക്കുവായിരുന്നു. അതില്ലേ, ഞാൻ പറയാം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്നറിയോ നീ പോയി കഴിഞ്ഞിട്ട്. എന്ത് പ്രശ്നോടി? അപ്പൊ രവിചാരൻ ഇവിടെ ഓടിച്ച് വിട്ടിട്ട് ഏതോ ഓമന ചേച്ചിനെ കൊണ്ടുവരാനാണല്ലോ അവരെ plan. നമുക്ക് ഈ രവിചേട്ടൻ പോണ ഗ്യാപ്പിലെ അമ്മാവൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കണം. അപ്പൊ ഓമനയാ? ഓമനടുത്ത് പോയി പണി നോക്കാൻ പറ. പക്ഷെ അത് നടക്കില്ലെന്നല്ലേ നീ പറഞ്ഞ അമ്മാവന്റെ കാര്യം? ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ നടക്കില്ല. എന്നാലും നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാമല്ലോ. അതിന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മാക്സിമം 2 എണ്ണത്തിനും സ്ക്രൂ കയറ്റി പ്രൊവോക്ക് ചെയ്തോണ്ടിരിക്കണം.
അതോർത്ത് പേടിക്കേണ്ട, അതിനുള്ള സകല പ്ലാൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതന്നെ അവൾ തന്നെ ബെസ്റ്റ്. സെറ്റാക്കി എല്ലാത്തിനും ഉണ്ടല്ലോ ഇങ്ങോട്ട് പുകച്ച് ഞാൻ വെളി ചാടിക്കിടുന്നു. എൻ്റെ അടുത്ത കളി. എന്നാ കുഴപ്പമില്ല. പക്ഷേ അവളുമാർക്കട്ടെ ചെറിയ പണിയൊന്നും പോരാ, കുറച്ച് വലിയ പണി തന്നെ കൊടുക്കണം. ആലോചിക്കേണ്ടിയിരിക്കുന്നു. ബോംബെ തള്ളല്ല കേട്ടാ, എല്ലാത്തിനും പ്ലാൻ ആലോചിക്കും. നല്ല സീരിയസ് ഡിസ്കഷനിലാന്ന് തോന്നുന്നു. അല്ല, ഞാൻ ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. നല്ല കിടിലൻ ഉണ്ണിയപ്പം ഉണ്ടെന്ന് എടുക്കട്ടെ. ഞങ്ങൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടമല്ല. ഞങ്ങളും അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഓയിലെ കൊണ്ട് പിമ്പിളിൻ്റെ ഒക്കെ ഇഷ്യൂ വരും. പക്ഷെ നമ്മളെ രവിചേട്ടൻ ഇത്രയും സ്നേഹത്തോടെ മോളെ ഉണ്ണിയപ്പം കഴിക്കുന്ന പണ്ട് ഇത്രയും നിർബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കഴിക്കാതിരിക്കണം? രവിച്ചേട്ടൻ്റെ നിങ്ങൾക്ക് തന്നില്ല ഉണ്ണിയപ്പം? അശ്ശോ. പിന്നെ ആ മനുഷ്യന്റെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ച്. എന്നാലും ഇനിയിപ്പോൾ അവർക്കെല്ലാം വേണമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടല്ലേ? ഞങ്ങൾക്ക് ആർക്കും വേണ്ട. എന്നാലും നിങ്ങൾക്ക് തന്നില്ല. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? കഷ്ടപ്പേ. പക്ഷെ പറയാതെ വയ്യ, നല്ല കിണ്ണം കാച്ചി ഉണ്ണിയപ്പം. ബൈ. എന്തുകൊണ്ട് നീടി തന്നെ പായം തുറന്നോണ്ട് പൊക്കോളാം എടുത്തോണ്ട്. എന്നാലും രവിച്ചേട്ടൻ നല്ല പണിയാകുന്നത്. അവർക്ക് മാത്രം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തു. എനിക്കാണെങ്കിൽ കണ്ടിട്ട് കൂത്തിയായിട്ട് വയ്യ. എന്റെ ഫേവറേറ്റ് ആയിരുന്നു ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം. എടി, നമ്മളിവിടെ എത്ര നാളായി താമസിക്കാൻ തുടങ്ങിയിട്ട്? രവിയുടെ സ്പെഷ്യലായിട്ടൊരു നാരങ്ങ മുട്ടയ്ക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാ? ഇത് ഇങ്ങനെ വിട്ട പറ്റില്ല ജെനി. നീ എൻ്റെ ഫോണിങ് എടുത്തേ. എന്തിനാ? എന്തിനാ? അതൊക്കെ ഉണ്ട്. അയാളുടെ സ്ഥലം എവിടെയാ? ആരുടെ? ആ രവിയേട്ടൻ്റെ. അരുവിക്കര. ഇടി അരുവിക്കര അല്ല, നെയ്യാറ്റിൻകര. രണ്ടിലും കരയില്ലേ? സൂപ്പർ. അതെ. ശരി, നമുക്കൊരു ഐഡിയ പ്ലാൻ ചെയ്ത് നോക്കാം. എന്താ ഐഡിയ? എൻ്റെ ഈ നമ്പർ അയാളുടെ കയ്യിലില്ല. നമുക്കൊരു പണിയെടുക്കാം. ഹലോ, ഇത് മിസ്റ്റർ രവി നെയ്യാറ്റിൻകരയല്ലേ? അതെല്ലോ. ഇത് നമ്മുടെ ആക്ടർ ലാലേട്ടൻ സാറിന്റെ മാനേജ് ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണേ. മോഹൻലാൽ സാറിന്റെ ഓഫീസിൽ നിന്നോ? അതെ. ഞാൻ മോഹൻലാൽ സാറിന്റെ വലിയ ആരാധകനാ. ആണോ? വളരെ സന്തോഷം. ഞങ്ങൾ വിളിച്ചത് നമ്മുടെ ലാലേട്ടൻ സാറിന്റെ പേഴ്സണൽ കുക്കായിട്ട് നമ്മുടെ രവീനെ അപ്പോയിൻമെന്റ് ചെയ്താലോ എന്ന് ഞങ്ങൾ പ്ലാനിലുണ്ട്. സോ അതാണ് ഞങ്ങളിപ്പോൾ രവീനെ വിളിച്ചത്. അയ്യോ, എന്നെയോ? അതെ, രവി കുക്കിങ്ങിലൊക്കെ കേമാണെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഓ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ കൈപ്പുണ്യമുണ്ട്. ഓ, രവിക്ക് നാളെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? നാളെയോ? ആ, നാളെ. നാളെ എന്ന് പറയുമ്പം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മാസം ഒരു 1 lakh സാലറി ഉണ്ട്. 1 ലക്ഷം രൂപയോ? എല്ലാ ചെലവും പോയതിനു ശേഷമേ. അയ്യോ, പിന്നെ ഒരു 6 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ സാലറി കൂട്ടിയും കൂടെ തരാം. റെഡിയാ. ഞാൻ എവിടെയാ വരണ്ടേ? നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ ലാൽ സാറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നാ മതി. അവിടെ വന്നാ മതിയോ? ആ, മതി. ഞാൻ വന്നേക്കാം. അയ്യോ, എടി മോളെ, നിന്റെ ബുദ്ധി അപാരം തന്നെ കേട്ടോ. ഇത് കിലിക്കൻ സിനിമയിലെ കിട്ടുണ്ണിച്ചേനെ പറ്റിച്ച സംഭവം പോലെ തന്നെ. ആ, സൂപ്പർ. എടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ചില ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെയാണ് സിനിമയിലേക്ക് എടുക്കുന്നത്. പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സിനിമയിലെ കുറെ കഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടമെടുക്കും. അത്രേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഒരു ചായ എടുത്തേ. തന്നോടാ പറഞ്ഞത് ഒരു ചായ എടുക്കാൻ. താൻ ഇവിടെ ഒന്നും അല്ലേ? തന്നോടാ പറഞ്ഞത് പോയി ഒരു ചായ എടുക്കാൻ. മാഡത്തിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. തനിക്ക് എന്താ പറ്റിയത്? അതെ, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ വരണ്ട് വാലും ചുരുട്ടി മൂലയ്ക്ക് ഇരിക്കുന്ന ഒരു രവി ഉണ്ടായിരുന്നു പണ്ട്. ഇനി എന്നെ അതിന് കിട്ടിയതല്ല. തനിക്ക് ഇത്ര അഹങ്കാരം? ഇവിടെ താമസിക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് താൻ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേന്ന് എനിക്കറിയാം. പിന്നെ പാവപ്പെട്ട ഒരുത്തന്റെ ജോലി കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ മിണ്ടാതിരുന്നതാ. അയ്യോ, ആർക്ക് വേണം നിങ്ങളുടെ നക്കാപ്പച്ച ശമ്പളത്തിലുള്ള ജോലി? അതെ, ഞാൻ പോവാ. എന്റെ രാജിക്കത്ത് എനിക്കേ, നിങ്ങൾ അറിഞ്ഞോ,
എന്റെ കൈപ്പുണ്യം മനസ്സിലാക്കിയിട്ട് മോഹൻലാലിന്റെ ഓഫീസിൽ നിന്ന് വരെ എന്നെ വിളിച്ചേക്കാം. ആണോ? ആ ഞാൻ പോവും. പിന്നെ ഞാൻ പോയാലേ നിങ്ങൾ ഈ പിള്ളേരുടെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കും. അത് കാണാനായിട്ട് ഞാൻ ഊബർ വിളിച്ചു വരും. ഊബർ വിളിച്ചു പോവാന്ന് ഡയലോഗ് അടിച്ച് നിൽക്കാതെ ഇറങ്ങി പോടോ. ഓ ഇറങ്ങി പോവാൻ നോക്ക്. എന്താ ഇവിടെ എന്തൊരു പ്രശ്നം? അതെ മക്കളെ, രവിചേട്ടന് ഒരു പുതിയ ജോലി കിട്ടി, അതും കൂടിയ ശമ്പളത്തില്. ലാലേട്ടന്റെ വീട്ടില്, ആക്ടർ മോഹൻലാലിന്റെ വീട്ടില്. ഇനി ഇവരുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കിടക്കേണ്ട കാര്യം എനിക്കില്ല. മനസ്സിലായോ? ഞാൻ പോവാ. രവിയേട്ടാ, ലാലേട്ടന്റെ വീട്ടിൽ പോകുമ്പോ നമ്മളെ ഒന്നും മറക്കല്ലേ. അയ്യോ വെരി സോറി. ഞാൻ നിങ്ങളെന്നല്ല, എന്റെ കഴിഞ്ഞ കാലം വരെ ഞാൻ മറന്നു പോകും. എന്നിട്ട് ലാലേട്ടന്റെ വീട്ടിൽ പോയിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കി ലാലേട്ടന്റെ മനസ്സിൽ കയറി പറ്റും. എന്നിട്ട് എടാ മോനെ രവി, നീ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിനക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ എന്ന് ലാലേട്ടനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് ഞാനൊരു നല്ല നടനാവും. മതി, നിർത്തേ. കൊറേ നേരായി. ഇറങ്ങിക്കോ. ഇവിടെ തന്നോടാ പറഞ്ഞത് ഇറങ്ങിക്കോന്ന്. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കാൻ പോകുന്നില്ല. ഞാൻ പോവാ. അല്ല, നിങ്ങളിനെ ആരെയാ വായി നോക്കി നിൽക്കുന്നത്? ഒക്കെ എല്ലാരും അവരവരുടെ റൂമിലോട്ട്. രവിചേട്ടൻ പോയി, ഇനി ആരും ഓക്കെ. അപ്പൊ മാഡം, രവിച്ചേട്ടൻ പോണെങ്കിൽ പോട്ട് വേണം. മാഡത്തിന് നല്ല അടിപൊളി കുക്കിനെ ഞാൻ കൊണ്ടുവരാം. അതെ, പുതിയ കുക്കിനെ കൊണ്ടുവരാനൊക്കെ എളുപ്പമാണ് മാഡം. ഞാൻ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞില്ലേ, നല്ല കൈപ്പുണ്യവും നല്ല കാര്യപ്രാപ്തിയും. അത് മാത്രമല്ല, നമ്മുടെ ഈ പെൺപിള്ളേരൊക്കെ താമസിക്കുന്ന ഈ വീട് നോക്കാൻ പറ്റിയ ഒരു നല്ലൊരു കെയർ ടേക്കർ ആയിട്ട് ഒരാളെ എനിക്കറിയാന്ന്. ഞാൻ കൊണ്ടുവരാം മാഡം. അത് നിങ്ങൾ തീരുമാനിച്ചത്. അതിനേക്കാൾ അടിപൊളി കുക്കിനെ ഞാൻ കൊണ്ടുവരും. അതെ, ഞാനും കൊണ്ടുവരും. ഇല്ലേടി, നമ്മൾ കൊണ്ടുവരില്ലേ? നിങ്ങളുടെ ആളിന്റെ കൈവച്ചാ മതി അങ്ങട്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഓ, നിങ്ങൾ ആരും തീരുമാനിക്കണ്ട. ഇത്രയും വലിയൊരു ഹോസ്റ്റൽ നടത്താൻ എനിക്ക് പറ്റുമെങ്കിലേ ഞാൻ തീരുമാനിച്ചോളാം ഇവിടെ ആര് കുക്കായി വരണമെന്ന്. നിങ്ങൾ ആരും നോക്കി നിൽക്കണ്ട. പോ, എല്ലാം അവരവരുടെ റൂമിലോട്ട് പോ. മാഡം വേണ്ട, പൊക്കോ. എന്താ നോക്കി നിൽക്കുന്നേ? പൊക്കോ. വാ.